ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് മൂന്നാർ തന്നെയാണ് കേട്ടോ. മൂന്നാർ നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകണത്. അപ്പോൾ പോണ കാഴ്ചകളാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് പോകാറുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ പേര് സഫയർ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നെങ്കിൽ അവിടെ കയറുക. അടിപൊളി ഫുഡാണ്, ബിരിയാണി അടിപൊളിയാണ്. അതന്നെ, പൂപ്പാറ ടൗണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡ്, ഊണും അടിപൊളി അല്ലേ? ഊണ് അടിപൊളി, ബിരിയാണി അടിപൊളി, എല്ലാം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ റിസോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോണ വെച്ചാൽ ഓക്കെ. ഗൈസ്, നമ്മൾ വന്ന വഴിയൊക്കെ മഴയായിരുന്നു. പക്ഷെ പൂപ്പാറ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ മഴയൊന്നുമില്ല, ഭയങ്കര വെയിൽ മാത്രമേ ഉള്ളൂ. തണുപ്പ് കുറവാണ്. ഇനി നമുക്ക് ചിന്നക്കനാലിൽ ചെന്നാലാണ് അറിയുള്ളൂ തണുപ്പ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിലെത്തി. സീന വില്ലേജ് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഇപ്പോൾ റിസപ്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സീന വില്ലേജ് റിസപ്ഷനിൽ തന്നെയാണ് കേട്ടോ. ചെക്ക് ഇൻ ചെയ്യാൻ വാപ്പിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് റിസപ്ഷൻ. ഒരു വലിയൊരു റിസപ്ഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ റൂം നമ്പർ 504 കേട്ടോ. അപ്പോൾ നമ്മളിനി റൂമിലേക്ക് വേണം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് റൂമിൽ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം വണ്ടി വന്ന് പാർക്ക് ചെയ്ത്, പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള് കണ്ട. അപ്പോൾ നമുക്ക് ഇനി റൂമിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം 504. അപ്പോൾ ഇതാണ് എൻട്രൻസിന് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് നമ്മുടെ റൂം. ഇതാണ് അഡീഷണൽ ബെഡ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ ടി വി ഉണ്ട്. ഇതാണ് ടി വി. ഭയങ്കര നല്ല വലിയ ബെഡാണ് കേട്ടോ, അടിപൊളി. പിന്നെ ഫാൻ അതൊക്കെ ഉണ്ട്. നമ്മൾ ചില റിസോർട്ടിൽ വന്നാലാണ് ഫാൻ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ചിന്നക്കനാലൊക്കെ വരുമ്പോൾ നമുക്ക് ചില റിസോർട്ടിൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ, ഫാൻ കിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റൊക്കെ പക്ക ക്ലീൻ, ഒരു രക്ഷയില്ല. ഉണ്ടോ, ഇതാണ് ടോയ്ലറ്റ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കാണാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ റിസോർട്ട് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം റിസോർട്ട് മൊത്തം ചുറ്റി കാണട്ടെ. ഗായ്സ്, നമ്മളിപ്പോൾ ഇൻഡോർ ഗെയിംസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇൻഡോർ ഗെയിംസ് കളിച്ച് ആയിട്ട് വരാം അല്ലേ ഇനി? എങ്ങനെയുണ്ട് ഇൻഡോർ ഗെയിംസ്? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം ഇൻഡോർ ഗെയിംസ് കളിക്കാം. ഗായ്സ്, ഈ തന്നെയാണ് ജിമ്മ്. കണ്ട, ജിമ്മ് ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ ജനലിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് ജിമ്മ്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് നല്ല ചൂടൻ ചായ കുടിക്കണം. അപ്പം നമുക്ക് ഇനി ചായ കുടിക്കുന്ന വിശേഷങ്ങളായിട്ട് കാണാം ഗായ്സ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, മറന്നുപോയി. അതിന് നമ്മളിപ്പോൾ നേരെ റിസോർട്ടിലേക്ക് വന്നേക്കുവാണ്. ഇതാണ് കേട്ടോ പാർക്ക്. ഇതാണ് റിസോർട്ടിലത്തെ പാർക്ക്.
ഇതെവിടെയാണ് നമ്മുടെ റൂം. ഇപ്പോൾ അവിടെ കാണുന്ന മലമുകളിൽ നിന്ന് നല്ല കോട ഇറങ്ങി തുടങ്ങിയാണ്ട് ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും കോടയൊക്കെ ഇവിടെ എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പാർക്ക്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തതിന് ശേഷം കാണാം. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് റിസോർട്ടിൽ തന്നെയുള്ള ഒരു ഗാർഡനിലാണ്. അപ്പോൾ ഉമ്മച്ചിയുടെ കയ്യിലൊരു ഓറഞ്ച് ഉണ്ട്. അതെവിടെയെന്നാണ് പറിച്ചത്? ഗാർഡനിൽ നിന്ന് അടിച്ചു മാറ്റിയത്. ഗാർഡനിൽ നിന്ന് ഇവർ പകുതി അടിച്ചു മാറ്റിട്ടുണ്ട്. ഇവിടെ കാണുന്നത് എന്താ, കോളിഫ്ലവറാണോ? ക്യാബേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർഡനൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. ഗായ്സ്, ഇതാണ് ക്യാബേജ്, ഞാൻ പറഞ്ഞ ക്യാബേജ്. ഈ കാണുന്നതാണ് മറ്റേ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ. കണ്ട, ഇതാണ് വെജിറ്റബിൾ ഗാർഡൻ, ഇതാണ് ക്യാബേജ്. കണ്ട ഗായ്സ്, ഇവിടെ വെജിറ്റബിളും ക്യാബേജ് അങ്ങനെയുള്ളതൊന്നുമല്ല. ഇവിടെ ഫ്ലവേഴ്സും ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് അതുപോലത്തെ ഒക്കെ ഉണ്ട്. ഇവിടെ അടിപൊളിയായി ഫ്ലവേഴ്സ്, വെള്ള, ഓറഞ്ച്, പച്ച, നീല അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. ഞാൻ കുളിക്കാനുള്ള, എനിക്ക് പറ്റില്ല. ഈ മഴയത്ത് ആരും സ്വിമ്മിംഗ് പൂളിൽ കുളിക്കും അല്ലേ? ആര് മാത്രമേ കുളിക്കുള്ളൂ? കുഞ്ഞീസ് മാത്രം. കുഞ്ഞീസിന് വട്ടാണ് ഗൈസ്. എന്ത് പറയാനാ, നല്ല ഇപ്പോഴും മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ പേരൊക്കെ അവർ നട്ടുപിടിപ്പിക്കണം. അതെങ്കിലും വളർന്നു പറ്റേ. വീട്ടിലെ നളർന്ന് തന്നെ ഉണ്ടായി കഴിഞ്ഞാലോ ഗൈസ്. ഉമ്മച്ചി ഇവിടെയുള്ള എല്ലാം പറിച്ചു കഴിഞ്ഞാണ് അവർ നട്ടുപിടിപ്പിക്കുകയും ഇതുപോലത്തെ കുറേ വന്ന് തിന്നാൻ വേണ്ടി ഉപയോഗിക്കും. കാറ്റ്, നല്ല കാറ്റ്, നല്ല തണുപ്പും, നല്ല മഴയും, അടിപൊളി. ഞാൻ മരിക്കല്ലേ പേരക്ക. ഇനി അത് പറിക്കാൻ ചാടില്ല കേട്ടോ. ഇത് ഓറഞ്ചാണോ? ഇത് ഓറഞ്ചാണ് ഗൈസ്. ഏത് മറനാട് കേട്ടോ. മറനാടുമാ, മറനാട് ആരും പൊക്കാൻ പറ്റില്ല കേട്ടോ. ഉള്ളത് മതി, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. മഴ പെട്ടെന്ന് വാ. മഴ പെയ്യുവാണ്, എന്നിട്ടും തീറ്റയ്ക്കൊന്നും കുറവില്ല അമ്മക്ക്. സൂപ്പർ പേരക്ക. അതെ അടിപൊളിയില്ല. നേരെ കാണുന്നത് ഫ്ലവേഴ്സ്, സൈഡിൽ കാണുന്നത് വെജിറ്റബിൾസ്. ഇത് പകുതി ഇവർ നട്ടിട്ടില്ല, പകുതി സീസൺ ആവണുള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ അതേ കാണുന്ന അവിടെയൊക്കെ ക്യാബേജ്, അവിടെ കാണുന്നത് മറ്റേ ഏലത്തോട്ടം. ഏലത്തോട്ടം, ഓറഞ്ച് അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിനി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണം. ഓക്കെ ഗൈസ്, ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിന് നേരെ കാണുന്ന അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, പച്ച കളർ വെള്ളം, അതാണ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെ ചെന്നാലും നീലയ്ക്കും, ഇവിടെ ചെന്നാൽ പച്ച കളർ വെള്ളം. എന്തേ കുഞ്ഞീസ് ഇതവിടെ ഇറങ്ങിക്കണ്ട്. കുഞ്ഞീസ് വെള്ളത്തിന് തണുപ്പുണ്ടോ? കണ്ണാടിയൊക്കെ വെച്ച മൂമ്മ. മഴയുമേണ്ട് ജയിക്കണോ? ഇവിടെ ഇറങ്ങാം, വലിയ ആഴം കുറവാ. ഭയങ്കര തണുപ്പാന്നാണ് പറഞ്ഞത്. കൈയിട്ട് നോക്കുമ്പോഴും നോക്കട്ടെ, തണുപ്പ് കുറവല്ല. പ്രതീക്ഷ അത്ര തണുപ്പ് കിട്ടിയില്ല. ഈ കിടക്കണം നമ്മുടെ കാറ്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്കിങ്ങിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളുള്ളത്. കണ്ടോ, അടിപൊളി, നല്ല വ്യൂ ഉള്ള സ്വിമ്മിംഗ് പൂള്, പക്ക ക്ലീൻ വാട്ടർ. ഉമ്മച്ചിൻ്റെ മല കയറി പോണു. ഗായ്സ്, അങ്ങനെ കുഞ്ഞീസ് കുളിച്ചതിന് ശേഷം ഇതാ റൂമിൽ വന്ന ഡ്രസ്സൊക്കെ മാറി പിന്നെയും പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ ടി വിയിൽ. ഇതാണ് പുതിയ വീഡിയോ ഇട്ടത്, ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടതാണ് നമ്മൾ ലാസ്റ്റ് ടൂർ പോയതിൻ്റെ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പുറത്തത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ കുറേ പ്രാവശ്യമായി പുറത്തത്തെ കാഴ്ചകൾ തന്നെ കണ്ടുപിടിക്കുന്നു. ഗായ്സ്, അങ്ങനെ ഇപ്പോൾ ജിമ്മ് ഓപ്പൺ ആയേക്കാണ്. അത് ഇവിടെ വാബുച്ചിയുടെ ഹുഡിയിട്ട് ഒരു ജിംനാഷ്യൻ നിൽക്കുന്നുണ്ട്. ജിംനാഷ്യൻ്റെ ഡമ്പലിൻ്റെ വെയിറ്റ് എത്രയാണ്?
ഓ 2.5 കിലോ ഉണ്ട്. 2.5 കിലോ ഡമ്പലെടുത്താണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ജിം എങ്ങനെയുണ്ട്? പുറകെ താഴത്തോടെ എന്തെങ്കിലും വരുമോ? ഓ എൻ്റെ മോനെ വിട്ടേ. ആയി എൻ്റെ വെയിറ്റ 10 കിലോ ഉണ്ട് ഗൈസ്. ഇവിടെ ജിമ്മിൽ വന്നപ്പോൾ ഒരു ആഗ്രഹം, ഉമ്മച്ചിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തടി കുറയ്ക്കണത്. ഒരു ദിവസം കൊണ്ട് തടി കുറയ്ക്കുമോ? ഓ ചക്ക. അതെ, ഞങ്ങൾ ജിമ്മിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. എന്നാ പറ്റിയേ? എക്സസൈസ് ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളാണ്. ഗായ്സ്, ദേ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആനക്കുളത്താണ്. ഇപ്പോൾ ഉള്ളത് ചിന്നക്കനാൽ ആനയിറങ്ങൽ ഡാം അല്ലേ? ആനയിറങ്ങൽ ഡാമാണ് കേട്ടോ. ഇവിടെ റിസോർട്ടിൽ തന്നെയുള്ള ഒരു വ്യൂ പോയിൻ്റ്, ഡാമിലേക്കുള്ള ഒരു വ്യൂ നോക്കാനുള്ള ഒരു വ്യൂ പോയിൻ്റ് സെറ്റപ്പാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്. തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ പാർക്കുള്ളത്. പിന്നെ നമ്മുടെ റൂം ഇതെവിടെയാണ്, അവിടെയാണ് നമ്മുടെ റൂം. അടിപൊളി ഒരു സ്വിറ്റ്സർലാൻഡ് സെറ്റപ്പാണ്. കണ്ടോ, മൊത്തം പച്ചപ്പാണ് കേട്ടോ. ആ കാണുന്നതാണ്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആനയിറങ്ങൽ ഡാമാണ് ആ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതാണ് ആനക്കുളം. ഈ പ്രാവശ്യം നമ്മൾ പോകണില്ല ആനയിറങ്ങൽ ഡാമിൽ. ആന ഉണ്ടോയെന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചുമ്മാ പോയി നോക്കിയതാണ്, അപ്പോഴാണ് നമ്മൾ ആനേനെ കണ്ടത്. ഈ പ്രാവശ്യം നമുക്ക് ഭാഗ്യം ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പോകണില്ല ഇപ്പം അങ്ങോട്ട്. നമ്മളിപ്പോൾ റിസോർട്ടിൽ തന്നെയാണുള്ളത്. കണ്ടോ, റിസോർട്ടിൽ തന്നെയാണുള്ളത്. ഇപ്പം നല്ല തണുപ്പ് വന്നു തുടങ്ങി. കോട വന്നു തുടങ്ങിയിട്ടില്ല. രാത്രി ആകുമ്പോൾ പ്രതീക്ഷിക്കാം. വൈകുന്നേരം വരുമെന്നാണ് പ്രതീക്ഷ, പക്ഷേ വന്നില്ല. ഇപ്പം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളാണ്. കാഴ്ച നമ്മളിവിടെ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ആ മലയുടെ അപ്പുറത്ത് കണ്ടോ ആകാശം പോലെ. നമ്മൾ ഈ വ്യൂ പോയിൻറ്റ് കൊടൈക്കനാൽ പോകണ്ടായിരുന്നു. പിന്നെ ഒരു മൂന്നാർ തന്നെ നമ്മൾ പൂപ്പാറ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചിന്നക്കനാലിൽ നമുക്ക് അങ്ങനെ കിട്ടിയേക്കാണ്. കണ്ടോ, നമ്മുടെ ആകാശം താഴെ, നമ്മൾ അതിൻ്റെ മുകളിലും അല്ല, ദേ അവിടെ അങ്ങറ്റത്ത് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഇത്രയാണ് സൂമിങ് കപ്പാസിറ്റി ഉള്ളൂ. അത് കാരണമാണ് അങ്ങറ്റത്തത് കണ്ടോ. അടിപൊളിയായിട്ട് ആകാശം മുകളിൽ, കോട താഴത്ത്. പക്ഷെ കറക്റ്റ് ഒരു ആകാശം കിടക്കണ പോലെ തന്നെയാണ് ആ കോടയും കിടക്കണേ. ഗായ്സ്, ഇപ്പോൾ രാത്രി 7 മണിയായപ്പോൾ ക്യാമ്പ് ഫയർ തുടങ്ങിയുണ്ട് കേട്ടോ. അവിടെ പാട്ടും ലൈറ്റൊക്കെ കാണാണ്ട്. അപ്പം നമുക്കിനി ക്യാമ്പ് ഫയർ എടുക്കുന്ന സ്ഥലത്ത് പോയി നോക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറിൽ ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടാണ്. ഗായ്സ്, ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഭയങ്കര വിശാലമായ റെസ്റ്റോറൻറ്റ്. മുകളിലുണ്ട് ഇരിക്കാൻ. ഇവിടെ മാത്രമല്ല, മുകളിലുണ്ട് ഇരിക്കാൻ. കണ്ടോ, അവിടെയാണ് ഇരിക്കണത് നമ്മളെല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് വന്നിട്ടാണ്. ഗായ്സ്, ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി? ഉമ്മച്ചിക്ക് വേണ്ടി. ഉമ്മച്ചി സൂപ്പ് മാത്രമേ ഇന്ന് കുടിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ. അല്ലേ അമ്മ? തടി കുറയ്ക്കാനാണോ? ഫുൾ ഡൈറ്റാ. ഇതാണ് കേട്ടോ സൂപ്പ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഫുഡ് വന്നിട്ടാണ്. ഗായ്സ്, അങ്ങനെ എനിക്കുള്ള ഫ്രൈഡ് റൈസ് വന്നു. ഇവർക്ക് ചപ്പാത്തി, പൊറോട്ട, ചില്ലി ചിക്കൻ, പിന്നെ ഉമ്മച്ചി ഇവിടെ പാവം സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചിട്ട് വരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ റൂമിലേക്ക് പോവാണ് കിടന്നുറങ്ങാൻ വേണ്ടി. അടിപൊളി ഫുഡ് കിട്ടുക. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ റിവ്യൂ റൂമിൽ ചെന്നിട്ടാണ്. ഉമ്മ, എങ്ങനെയുണ്ട് സൂപ്പ്? സൂപ്പർ.
സൂപ്പർ സൂപ്പ് സൂപ്പർ സൂപ്പർ അത് നല്ലൊരു ഇത് സാർ എങ്ങനെയുണ്ട് ഫുഡ്? ഗുഡ്. എങ്ങനെ ഒരു മലയാളം ഇതിൽ പറയാം? നല്ലതാണ്. ആ ഓക്കെ. അപ്പോൾ ഇനി നമുക്കിനി വാപ്പ അടുത്ത് ചോദിക്കാം അഭിപ്രായം. എങ്ങനെയുണ്ടോ ഫുഡ്? അടിപൊളി. അപ്പോൾ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ രാവിലെ ആയി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 8:15 അപ്പോൾ 8:15 8 മണിയായപ്പോഴാണ് എഴുന്നേച്ചത്. പിന്നെ പല്ല് കഴിച്ച് റെഡി ആയപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, കണ്ടോ? ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി വന്നേക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുളിച്ചതിന് ശേഷം നമ്മൾ ചെക്കൗട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വരാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതിന് ശേഷം ഇപ്പോൾ റൂം ചെക്കൗട്ട് ആവാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.